എനിക്കൊരു കാര്യം പറയാനുള്ള കാര്യം ഇതാണ്. എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ എൻ്റെ പരിചയത്തിലുള്ളവരുടെയൊക്കെ ജീവിതം നല്ല നിലയിലേക്ക് മാറുന്നത് എനിക്ക് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതം നല്ല നിലയിലേക്ക് മാറുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമൊക്കെ തോന്നുമെങ്കിലും ചെറിയ ഒരു കുശുമ്പും ഇത്തിരി അസൂയൊക്കെ ചിലപ്പോൾ മനസ്സിലൊക്കെ തോന്നും. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ അവരുടെയൊക്കെ ഡിമാൻഡ്സ് വേഗം എപ്രൂവ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിക്കും. അതിന് തുടക്കത്തിലൊന്നും ഉത്തരം പറഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഇതിനൊരു ഉത്തരം തന്നു. ഒരു വീഡിയോ കാണാനിടയായി. ഒരു പുരോഹിതൻ ആ വീഡിയോന് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കണ്ട ഒരു ഹുക്കിംഗ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസാണ്, സ്വർഗം വിലയ്ക്ക് വാങ്ങാൻ സഹനം കൊണ്ട് സാധിക്കുമെന്ന്. അതായത് ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വർഗത്തെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. എങ്ങനെയാണെന്നറിയോ? സഹനങ്ങളെടുത്തിട്ട് മാക്സിമം സഹനങ്ങൾ ഈ ഭൂമിയിൽ ചോദിച്ചു വാങ്ങി നമ്മൾ ഏറ്റെടുത്താൽ നമുക്ക് സ്വർഗം തന്നെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. ഇത് വളരെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ അത്രയ്ക്ക് സഹനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയൊക്കെ എനിക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്കൊന്നും കഴിവില്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കുണ്ട്. അതിലെ പ്രധാന കഥാപാത്രം ഏതാണ്ട് ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട കഥാപാത്രമാണ്. സഹനം ചോദിച്ചു വാങ്ങി സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അങ്ങനെ ഫൈനലി ഒരു വിശുദ്ധയായ ഒരു കഥാപാത്രം. കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഞാൻ തരുന്നില്ല, കാരണം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണിത്. അത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയാം. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഈ അച്ഛൻ പറഞ്ഞ ഈ ഒരു കാര്യം എന്നെ ഒത്തിരി ഹൃദയത്തിൽ സ്പർശിച്ചു. കാരണം നമുക്ക് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ സ്വർഗത്തെ തന്നെ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ സാധിക്കും സഹനത്തിലൂടെ. എത്രത്തോളം നമുക്ക് സഹനങ്ങൾ ഏറ്റെടുക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ ജീവിച്ച് അതുപോലെ നമ്മൾ സഹനങ്ങളുടെ പാതയിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചാൽ നമുക്ക് സ്വർഗം തന്നെ വിലയ്ക്ക് വാങ്ങാനുള്ള ഒരു നിക്ഷേപം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ബാങ്ക് ഡെപ്പോസിറ്റായിട്ട് അങ്ങ് സ്വർഗത്തിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ സഹനങ്ങളൊക്കെ എടുക്കുക. വലിയ സഹനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവനാനെ കൊണ്ടാകുന്ന ചെറിയ സഹനങ്ങൾ എടുത്ത് അതൊക്കെ ഒരു ബാങ്ക് ഡെപ്പോസിറ്റായിട്ട് വെക്കുകയാണെങ്കിൽ അതൊക്കെ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപം